നൂറ്റാണ്ടുകളായി തുടർന്നു വന്ന വർണ്ണവിവേചനങ്ങളെ വെല്ലുവിളിച്ച് സാമൂഹിക പരിവർത്തനത്തിന് വഴിതെളിച്ച അയ്യങ്കാളിയുടെ 83ാം ചരമവാർഷികമാണ് ഇന്ന്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നിലകൊണ്ട നവോത്ഥാന നായകൻ എന്ന നിലയിൽ കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പേരാണ് അയ്യങ്കാളിയുടേത്. 1905 സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ചുകൊണ്ടാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരായ അയ്യങ്കാളിയുടെ പോരാട്ടങ്ങൾ തുടങ്ങുന്നത്. അധസ്ഥിതരായി കണക്കാക്കി പോന്ന ജനതയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിരുന്നു ആദ്യ പോരാട്ടം. ഉയർന്ന ശ്രേണിയിലുള്ളവർ മാത്രം ഉപയോഗിച്ചിരുന്ന വില്ലുവണ്ടിയിൽ തിരുവിതാംകൂറിലെ പൊതുവഴിയിലൂടെ വില്ലുവണ്ടി യാത്ര നടത്തിയ അദ്ദേഹം ജാതി മേധാവിത്വത്തെ വെല്ലുവിളിച്ചു. പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ലഭിച്ചതോടെയാണ് ആ സമരം അവസാനിച്ചത്. 1905 കാലഘട്ടത്തിൽ തന്നെ നടന്ന തിരുവിതാംകൂറിലെ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരത്തിന് നേതൃത്വം നൽകിയതും അയ്യങ്കാളിയായിരുന്നു. അധസ്ഥിത വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളുകളിൽ പ്രവേശിപ്പിക്കുന്നതിനായി നടത്തിയ പോരാട്ടം ഫലം കാണാൻ 1 വർഷത്തോളം പ്രയത്നിക്കേണ്ടി വന്നു. ആ പ്രക്ഷോഭത്തിന്റെ ഫലമായാണ് 1910 എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് അനുമതി ലഭിച്ചത്. ജാതീയതയുടെ അടയാളമായ കല്ലുമാല അറുത്തെറിയുവാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്തു. സാധുജനങ്ങളുടെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ ഉയർന്ന ജാതിക്കാർ മാനിക്കണമെന്നും ആവശ്യപ്പെട്ടു. തെക്കൻ തിരുവിതാംകൂറിൽ സാമൂഹിക സാമുദായിക രാഷ്ട്രീയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ചാന്നാർ ലഹളയുടെ പിന്തുടർച്ചയായിരുന്നു ഇത്. 1914 കല്ലുമാല സമരം കേരള ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായമായി. ശ്രീമൂലം പ്രജാസഭയിലേക്ക് 1912 അയ്യങ്കാളി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 25 വർഷം അദ്ദേഹം ആ പദവിയിൽ തുടർന്നു. 1914 മെയ്യിൽ സാധുജന പരിപാലിനി പത്രം തുടങ്ങി. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതിന് തിരുവിതാംകൂർ മഹാരാജാവിനെ അഭിനന്ദിക്കാനെത്തിയ മഹാത്മാഗാന്ധി ഇതിനു പിന്നിലെ അയ്യങ്കാളിയുടെ പ്രവർത്തനം മനസ്സിലാക്കി അദ്ദേഹത്തെ വെങ്ങാനൂരിലെത്തി സന്ദർശിച്ചു. 1937 ജനുവരി 14 ആ കൂടിക്കാഴ്ച. 1941 ജൂൺ 18 അയ്യങ്കാളിയുടെ അന്ത്യം. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.